നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നാ ഇന്നതുണ്ടായി. ആര് കാരണം? ആ അനൂപ് എന്ന് പറയുന്നവൻ കാരണം. നാണക്കേട് നമുക്കും. നല്ല ആൾക്കാരെ ജോലിക്കെടുക്കാതെ ബന്ധവും സ്വന്തവും നോക്കിയാ ദേ ഇങ്ങനെ ഇരിക്കും. ഇന്ന് 40 ആണെങ്കിൽ നാളെ 50, മറ്റന്നാ 1 കോടി. ഇന്ന് അച്ഛനാ കോള് വന്നില്ലായിരുന്നെങ്കിലേ നമ്മളാരും ഇത് അറിയ പോലും ഇല്ലായിരുന്നു. ആ പൈസയും കൊണ്ട് അവൻ നാട് വിട്ടേനെ. ഇവിടെ പ്രശ്നമായതൊക്കെ അർച്ചന വിളിച്ച് പറഞ്ഞാണ്. അതാ വേറൊന്നും സംഭവിക്കാത്ത. എന്റെ നന്ദേട്ടാ, ഇനിയെങ്കിലും ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്നൊന്ന് മനസ്സിലാക്ക്. മനസ്സിലാവുന്നുണ്ട് അവന്തികേ. ആദ്യമേ നീ പറഞ്ഞപ്പോ അത് കേൾക്കേണ്ടതായിരുന്നു. അനൂപിന് ജോലി കൊടുത്തത് വലിയ അബദ്ധമായിപ്പോയി. മറ്റ് കമ്പനികളിൽ നിന്ന് വിളിച്ച് ഫണ്ട് എത്തിയില്ലെന്ന് അച്ഛനോട് വിളിച്ചു പറയുന്ന സാഹചര്യം വരെ എത്തി. ആ പണം ശരിക്കും അനൂപ് എടുത്താവൂല്ലേ? സംശയമുണ്ടോ? ഇത് അനൂപും അർച്ചനയും ചേർന്ന് നടത്തുന്ന കളി തന്നെയാ. ആദ്യത്തേത് പാളിപ്പോയ സ്ഥിതിക്ക് ഇനി വലിയ എമൗണ്ടിലേക്കായിരിക്കും നോട്ടം. ബാങ്കിലേക്ക് പണം കൊണ്ടുപോകുന്ന വഴിയിൽ കുറെ ആൾക്കാർ വന്ന് പണം തട്ടിയെടുത്തുന്ന് ചെറിയൊരു കള്ളം പറഞ്ഞാ പോരെ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അച്ഛനാണെങ്കി അതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും. നാളെ അർച്ചന പണം അടയ്ക്കെന്നല്ലേ പറഞ്ഞത്? നോക്കട്ടെ എന്താവോന്ന്. എന്താവാൻ? അവന്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ അവൻ അടയ്ക്കൂ. നന്ദേട്ടൻ നോക്കിക്കോ, നാളെ രാവിലെ അനൂപ് അർച്ചന എന്തെങ്കിലും കള്ളക്കഥയായിട്ട് വരും. അത് വിശ്വസിച്ച് ഈ 40 ലക്ഷം രൂപ എല്ലാരും മറക്കുകയും ചെയ്യും. ഏയ്, ഇതങ്ങനെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ, ഉദ്ദേശിക്കരുത്. മറ്റെന്തെങ്കിലും കള്ളം പറയുമ്പോ തന്നെ രണ്ടിനെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അതാ വേണ്ടത്. അതെ, അത് തന്നെയാ വേണ്ടത്. നമ്മളെ ചതിച്ചത് ആരായാലും അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ നോക്കി ചിരിച്ചിട്ട് മാറി നിന്ന് കുറ്റം പറയുന്നവരേറെ. നമ്മളത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കാര്യം ഇപ്പൊ അനുഭവത്തിലൂടെ നന്ദേട്ടന് മനസ്സിലായല്ലോ. അത് മതി. നീ ചിന്തിച്ചതുപോലെ എനിക്ക് ചിന്തിക്കാനും അനൂപിനെ അർച്ചനയും ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോയതും വലിയ അബദ്ധമായിപ്പോയി. നാളെ എന്തായാലും എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. അർച്ചന പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമോ വ്യത്യാസമോ വന്നാൽ ഇതുവരെ കാണാത്ത നന്ദനയാവും നാളെ അർച്ചനയും അനൂപും കാണാൻ പോകുന്നത്. എന്തായാലും നാളെ നേരം വിളക്കട്ടെ. ഇപ്പൊ പറഞ്ഞതൊക്കെ ഏറ്റു. നന്ദന്റെ മനസ്സിൽ അനൂപിനെയും അർച്ചനയും കുറിച്ച് ചെറിയൊരു ഇഷ്ടക്കേടുണ്ട്. അതിനെ വേണം ഇനി വലുതാക്കാൻ. ഞാൻ ഇട്ടുകൊടുത്ത കനലുകൾ ആളിപ്പടരണം. കാട്ടുതീ പോലെ വേഗത്തിൽ ആളിക്കത്തുകയും വേണം. നന്ദനിൽ ഞാൻ ഉണ്ടാക്കിയ വിശ്വാസം കൈത്തണ്ടയിൽ വെച്ചുകൊണ്ട് അവന്തിക ചിലത് ചെയ്യുന്നുണ്ട്. നന്ദ, നിന്നെ ഉൾപ്പെടെ എന്റെ വരുതിക്ക് ഞാൻ കൊണ്ടുവരും. നോക്കിക്കോ. എന്നെ നിന്റെ വരുതിക്ക് കൊണ്ടുവരാമെന്നാണോ അവന്തിക നീ കരുതിയിരിക്കുന്നത്? അതിനെ ഞാൻ സേതുമാധവന്റെ മോന, നീ വിനയചന്ദ്രന്റെയും. നാളെ ശരിക്കും നിനക്ക് മനസ്സിലാവും നന്ദനും അർച്ചനയൊക്കെ ആരാണെന്ന്. നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അപ്പോഴേക്കും ഞാൻ പണം എത്തിക്കാം. ഏയ്, എനിക്ക് വരാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ വൈഫിനെ പറഞ്ഞുവിടാം.
ആ ആളെ അറിയില്ലേ? അവന്തിക. അതെ അതെ, പിടിക്കുക. ഞാൻ അവളോടൊന്ന് ചോദിച്ചോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വരാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. നിന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്നെ എവിടെ പറഞ്ഞു വിടുന്ന കാര്യം ഇപ്പൊ പറഞ്ഞത്? പറയാം. ദാ, ഇത് 40 ലക്ഷം രൂപയുണ്ട്. ഇത് 3-4 ഇടങ്ങളിലായിട്ട് കൊടുക്കണം. ആ, ഞാനോ? അതെ, അവന്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോവാം. ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ആ, അപ്പോ അർച്ചനയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ പൈസയോ? അത് ഞാൻ വാങ്ങിച്ചെടുത്തോളാം. രാവിലെ മുതൽ ഓരോരുത്തരായി വിളിച്ചു തുടങ്ങി. ഇനി അച്ഛന് കോള് വരുന്നതിന് മുമ്പ് ഈ ക്യാഷ് എത്തേണ്ടടുത്ത് എത്തിക്കണം. അതാ നല്ലത്. അർച്ചനയുടെ കയ്യിൽ ഇല്ലാത്ത പൈസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നേക്കാ നല്ലത് ഇത് തന്നെയാ. ആ താനേ ആദ്യം ഇതിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ എടുത്ത് ഓർഫണേജ് കൊടുക്കണം. അവിടെയാണ് ആദ്യം എത്തിക്കേണ്ടത്. കഴിഞ്ഞ മാസം എന്തോ പ്രശ്നം കൊണ്ട് ഫണ്ട് എത്തിയില്ലെന്ന് മദർ വിളിച്ചു പറഞ്ഞായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം, തന്നെ വിളിച്ചാ മതി. ശരി നന്ദേട്ടാ. സൂക്ഷിച്ചു കൊണ്ടുപോണേ, സൂക്ഷിച്ച്. പിന്നെ താങ്ക്സ് നന്ദേട്ടാ. എന്തിന്? എന്നെ വിശ്വസിച്ചതിന്. ഇപ്പോഴെങ്കിലും നന്ദേട്ടന് അവന്തിക്ക് എന്ന ഭാര്യ മനസ്സിലായല്ലോ. നീ ഇതാദ്യം കൊണ്ടുകൊടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ അനാഥാലയത്തിന് 5 ലക്ഷം. അനാഥ പിള്ളേർക്ക് എന്താ ഇത്ര ചെലവ്? ആ 5 ലക്ഷം എനിക്കാ. അതാണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ജോലിയുടെ കൂലി. താങ്ക്സ്. ഞാൻ താങ്ക്സ് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്റെ ഭർത്താവിനെ രക്ഷിച്ച് കൊണ്ടുവന്നതിനായി താങ്ക്സ്. അങ്ങനെ നീ കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ പഴയ പോലെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. നന്ദേട്ടന് എന്നെ വിശ്വാസം വന്നു. കണ്ടില്ലേ എന്നെ പുറത്തു പോകാൻ അനുവദിച്ചത്? ഇനി അനുവാദം വാങ്ങാതെ തന്നെ എനിക്ക് പുറത്തു പോകാൻ വരാം. നീ കരുതേണ്ട വിപരീതവാ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് മുഴുവനും. നന്ദേട്ടനിട്ട് എന്നെ കഷ്ടപ്പെടുത്താന്ന് നീ കരുതിയല്ലേ? എന്തു വന്നാലും നേരിടാനുള്ള ചങ്കുറപ്പോടെ തന്നെ അവന്തിക ജീവിച്ചതും ജീവിക്കുന്നതും. ഒന്നുമില്ലെങ്കിലും നിന്നേക്കാ കൂടുതലോണം ഈ വീട്ടിലിരുന്നുണ്ടവളല്ലേ ഞാൻ. അതുകൊണ്ട് പോരിനിറങ്ങുമ്പോ ആളും തരവും നോക്കി വേണം ഇറങ്ങാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.